അങ്ങനെ ഗൈസ് ഹാദിസ് റേവ്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് ഇന്നിതാക്കുന്ന നോമ്പ് തുറക്കാനുണ്ടാക്കാനുള്ള അടുക്കളയിലേക്ക് വന്നിക്കാണ് കേട്ടോ. അപ്പം പത്തിരിക്കാണ് ആദ്യം വെള്ളം വെക്കേണ്ടത്. നമ്മൾ നോമ്പിന് പത്തിരിയല്ലേ എല്ലാവർക്കും വേണ്ടത്. പത്തിരി ആണല്ലോ നമ്മളെ നോമ്പ് എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലും വരിക. അപ്പോൾ ആദ്യം അത് ചെയ്യട്ടെ കേട്ടോ. ഉണ്ടാക്കുന്ന പത്തിരിപ്പൊടിക്കുള്ള വെള്ളം തെളിച്ചിട്ടോ. അപ്പം നമ്മളിതിൽ പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കാം. നോമ്പായാൽ പിന്നെ എല്ലാവർക്കും ഉള്ളൊരു പരിപാടിയാണല്ലേ പത്തിരിപ്പണി. കാരണം പത്തിരി ഇല്ലാത്ത ഒരു പൊരുകളും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട് കേട്ടോ. മലബാറിലുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് പത്തിരി. എന്തുണ്ടെങ്കിലും പത്തിരി മെയിനാണ് കേട്ടോ. അങ്ങനെ ഇതാക്കുന്നത് ഞാൻ പത്തിരിപ്പൊടിയൊക്കെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ. എൻ്റെ വീട്ടിലിപ്പോൾ എന്ത് പരിപാടി ഉണ്ടാവുകയാണെങ്കിലും ഈ പത്തിരിപ്പണിക്ക് ഞാനാണ് കേട്ടോ നിൽക്കുക. കാരണം ഞാൻ അതിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. അങ്ങനെ പറയല്ല കേട്ടോ. ഞാൻ പത്തിരി നല്ലോണം എന്താ പറയുക കുഴച്ച അമ്മ പറയും നല്ല സോഫ്റ്റ് ആവുന്നതെന്ന്. അത്രയും അടിപൊളിയായിട്ട് കുഴയ്ക്കും കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന പത്തിരിയൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കി പുരട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇതാക്കുകയാണ്. ഇതാക്കുന്ന പത്തിരിപ്പൊടിയൊക്കെ കുഴച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രസ്സുമ്മൽ പുരട്ടണം കേട്ടോ. ചിക്കൻ പൊരിക്കാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് എടുക്കുന്ന ടർക്കിഷിൻ്റെ ഫ്രൈ മസാല മിക്സ് ആണ് കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ടർക്കിഷ് മസാലയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് ഉപ്പും മുളകും പുരട്ടി വെക്കുകയാണ് കേട്ടോ. കാരണം പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊരിക്കാനാകുമ്പോഴേക്കും ഇത് ഭയങ്കര സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റ് ആവട്ടെ. കാരണം ഈ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, കുറച്ച് നേരത്തെ പുരട്ടി വെക്കും. ഗൈസ് ആക്കുന്ന കറിക്കുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ പുരേ നോമ്പുറക്കമാണ്. ഗൈസിൻ്റെ മോനെന്നെ സഹായിക്കാൻ കേട്ടോ. പഴം പൊരിക്കാൻ മൈദയൊക്കെ ഓൻ കറക്റ്റാക്കി തരാം. അതിലൊക്കെ ഇടും. മതി 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 മതി. അതിലൊക്കെ പൊട്ടിച്ച് പാര്. ഒരു നുള്ളു ഉപ്പിട്. ഒരു നുള്ളു കേട്ടോ. അടുത്തതായിട്ട് ജസിമോൻ ഇടാൻ പോകുന്ന പഞ്ചസാര. അങ്ങനെ മൂടിയിലേക്ക് ഇടരുത് കേട്ടോ. അതിലേക്ക് കേട്ടോ. മതി മതി മതി. അതിലേക്ക് ദൂരട്ടോ നോക്കട്ടെ. വെള്ളം ഒഴിക്കണം. ഞാൻ എന്താ മാവ് വെച്ചിരിക്കുന്നത് ഗൈസ്. ഇനി കൈ വയ്ക്കാം. മതി ഓവർ കളിച്ചാൽ അങ്ങനെ ഇനി പിന്നെ പഴം മാവ് കൂട്ടാൻ പഠിച്ചില്ലെങ്കിൽ നീ സ്വന്തമൊക്കെ ഉണ്ടാക്കൂലേ? മതി മതി. ഇനി പോയി കയ്യേക്ക്.
അങ്ങനെ ഇതാക്കുന്ന കറിയിലേക്കുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എല്ലാം കൂടെ ഇടുകയാണ് കേട്ടോ. കാരണം എല്ലാം കൂടെ നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേക്ക് ആവണമല്ലോ. അപ്പോൾ ഒക്കെ പെട്ടെന്ന് ചെയ്യാണ് കേട്ടോ. ഉമ്മാണ് കേട്ടോ പത്തിരി ചുടുന്നത്. ഞാൻ പരട്ടി കൊടുത്തുകൊണ്ട് ഉമ്മ അങ്ങ് ചുട്ടോളൂ കേട്ടോ. അപ്പോഴേക്ക് ഞാൻ കറി ഇവിടെ സെറ്റാക്കുകയാണ്. ചൂടുകയാണ് കേട്ടോ. നമ്മൾ പുറത്ത് അടുപ്പുമ്പോഴാണ് കേട്ടോ പത്തിരിയൊക്കെ ചുടുന്നത്. അതൊക്കെ പത്തിരി ചുട്ടിട്ടിടുന്നത് ചട്ടിയിലാണ് കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ കേസറോളല്ല ഇടൽ, ഞങ്ങൾ ചട്ടിയിലാണ്. അതിൻ്റെ ഒരു മണ്ണിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് പണി തീരുമല്ലോ. അങ്ങനെ അതാക്കുന്നത് ചിക്കൻ കറി വെച്ച് അടുപ്പത്തേക്ക് തന്നെ വേഗം പഴം പൊരിക്കാനുള്ള മസാല ആക്കി വെച്ചുകൊണ്ട് വേഗം പഴം മുറിച്ചിട്ടിട്ട് വേഗം അടുപ്പത്തേക്ക് തന്നെ വെക്കുകയാണ് കേട്ടോ. കാരണം പെട്ടെന്ന് പണി തീർന്നാൽ നമ്മൾ കുറച്ച് നേരം വെറുതെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പണിയെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. അങ്ങനെ ഇതാക്കുന്ന പഴംപൊരി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്ന് അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട്. അങ്ങനെ പഴംപൊരി ഇതാക്കുന്ന വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇറക്കാം ഗൈസ്. നമ്മളത്ര പെർഫെക്റ്റ് ആക്കിയിട്ടൊന്നും അല്ല കേട്ടോ ആക്കി. കാരണം നമുക്ക് തന്നെ തിന്നാനുള്ളതുകൊണ്ട് നമ്മൾ വലിയ പെർഫെക്റ്റ് ഒന്നും ആക്കേണ്ട ആവശ്യമില്ലല്ലോ. പഴംപൊരി ഇങ്ങനെ ചുടുന്നു. ഇനി ഇതാക്കുന്ന ചിക്കൻ മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പൊരിക്കണം. കറി ആയിട്ടുണ്ട്. പിന്നെ പഴമൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. ഇതാക്കുന്ന പഴം പൊരിച്ചത്, പത്തിരി, ഇത് കറിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ റൈഹാൻ താത്തൻ്റെ വീട്. ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചതാണ്. ഇവിടെ ഇതാക്കുന്ന മതിലിൻ്റെ പണിയാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കല്ലൊക്കെ ഇറക്കിയിട്ട് നമ്മളെ വീട് അതുമാണ്. മതിൽ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് റൈഹാനത്താത്ത എന്താണ് കുക്ക് ചെയ്യുന്നതെന്ന് പോയി നോക്കാം. ഓക്കെ, എന്താ പരിപാടി? ഹായ് റിതു, എന്താണുള്ള പരിപാടി എന്ന് നോക്കാം. ഹലോ, എനിക്കെന്താ പരിപാടി? എന്താ ഉണ്ടാക്കുന്നത്? എൻ്റെ അമ്മേ, ഓ ഇതെന്താ സാധനം? കൂന്തളോ? കൂന്തൾ കറിയാ? കൂന്തൾ കറിയല്ല, കൂന്തൾ നിറച്ചത്. ഓ അടിപൊളി. ഇന്ന് കൂന്തൾ നിറച്ചതാണല്ലോ അറിയാൻ അത് ഉണ്ടാക്കുന്നത്. ഇതെന്തിനുള്ള ഉള്ളി? നെയ്ച്ചോറ്. ഇന്ന് നെയ്ച്ചോറും ഇവർക്ക് ഇവിടെ കറിയാന്ന് തോന്നുന്നു. ഇതെന്തിനുള്ള? ഇത് കൂന്തൽ നിറയ്ക്കാനുള്ളതാണോ? ഇതൊക്കെ നിങ്ങൾ ഇനി എപ്പോഴാണ് ഉണ്ടാക്കി കഴിയുക? അറിയില്ല. നല്ല നാടൻ കോഴിക്കറിയും നെയ്ച്ചോറും. കറി ഉണ്ടാക്കിയോ? ഷമ്മ വാങ്ങി തന്ന പുതിയ കുക്കറിൽ കറി വെച്ചു. കറി വെച്ചു. കണ്ടോളെ കിച്ചണാണ് കേട്ടോ. കുറേ സെറ്റാക്കിട്ടോ കിച്ചണൊക്കെ. ഗൈസ്, ജെസിമോൻ്റെ റിച്ചുവിൻ്റെ ആടാണ് കേട്ടോ. ബാ 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 ന ചക്കട കൊക്കടി കക്കടി ശക്കടി ശക്കടിയാണ് കേട്ടോ. ജെസിമോൻ ഇതാക്കുന്ന നിസ്കരിക്കാണ് കേട്ടോ സാറ്. ഗൈസ് ഇതാക്കുന്ന ജെസിമോനാണ് കേട്ടോ. വത്തൊക്കെ ജ്യൂസ് അടിക്കുന്നത്. ഇവിടെ ജ്യൂസിൻ്റെ സ്പെഷ്യലിസ്റ്റ് ജെസിമോൻ തന്നെയാണ് കേട്ടോ.
തിന്നാൻ കുടിക്കാൻ അബ്ദുൽ അസീസ്. ഉപ്പക്ക് ഷുഗറാ, എന്നിട്ട് ഉപ്പക്ക് വത്തക്ക ജ്യൂസ് വേണമെന്നാണ് ഉപ്പ പറയുന്നത് അല്ലേ? ആ നിങ്ങളങ്ങനല്ലേ പറയുന്നേ? ഒരടി അടിച്ചു. ഉണ്ടാക്കുന്ന എല്ലാവരും ഇരുന്നിട്ട് ചായ കുടിക്കാൻ കേട്ടോ. ഇപ്പോൾ കാരൊക്കെ നിന്നാണ്, നോമ്പ് തുറക്കാണ്. ജ്യൂസ് കുടിക്കട്ടെ. ഉണ്ടാക്കുന്ന പഴമ്പരി നിന്നാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ പഴമ്പരി കരിഞ്ഞു പോയി ഗൈസ്. അങ്ങനെ ഗൈസ്, നമ്മളെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞു. നമ്മളെ നോമ്പ് ഒന്നിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എത്ര പെട്ടെന്നല്ലേ നോമ്പ് ഒന്നായത്. പിന്നെ നോമ്പ് ഒന്നെന്നുള്ളൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് വെള്ളിയാഴ്ച രാവാണ്. വ്യാഴാഴ്ച അന്ന് നല്ലൊരു ദിവസമാണല്ലേ നമ്മളെ നോമ്പ് ഒന്നായത്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളെ നോമ്പ് തുറ വിശേഷങ്ങൾ. കാരണം ഒരുപാട് ഐറ്റംസ് ഒന്നും ഞങ്ങൾ ഉണ്ടാക്കാറില്ല, കാരണം ആരും കഴിക്കില്ല. ഞങ്ങൾ പത്തിരിയാണെങ്കിൽ പത്തിരി, എണ്ണക്കടി ഒരു ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കും, പിന്നെ ജ്യൂസ്, അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഉണ്ടാക്കാറ് കേട്ടോ. പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് അതും താല്പര്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഒന്നും വേണ്ട. എന്താ പറയുക, ജ്യൂസും ചായയാണ് കേട്ടോ മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ ഗായ്സ്.